ഹായ്, നമുക്കിന്ന് ഇഫ ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാമേ. എന്നിട്ട് രണ്ട് ചിക്കൻ്റെ കരിമായിട്ട് ഇച്ചിരി വലുതായിട്ട് എടുത്ത് ഞാൻ രണ്ട് കാലാണ് വിട്ടത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്നു. അപ്പോൾ ഞാൻ ഓർത്തത് എനിക്കൂടെ ഒന്ന് ഉണ്ടാക്കാമെന്ന് വെച്ച് ഞാൻ ഇപ്പോൾ നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാം എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിങ്ങനെ എല്ലാ ഭാഗത്തും വെച്ചതിന് ശേഷം നമുക്ക് കട്ടിയുള്ളൊരു ഇത് വെച്ചൊന്ന് ഇടിക്കണം, എന്നാലേ അതിന് സെറ്റാക്കാൻ പറ്റത്തുള്ളൂ. ഇതുപോലെ നമുക്ക് കട്ടിയുള്ള ഇത് വെച്ച് നന്നായിട്ട് ഓരോ ഭാഗങ്ങളും ഇങ്ങനെ ഇടിച്ച് അതിനെ സെറ്റാക്കണമായിരുന്നേ, രണ്ട് വശങ്ങളും. അതിനായിട്ട് നമുക്ക് കാശ്മീരി മുളക് പൊടി നമ്മൾ എത്ര എടുക്കുന്ന അതിൻ്റെ ആവശ്യാനുസരണം മതി. എരിവില്ല, അപ്പോൾ 1.5 സ്പൂണ്. അതുപോലെ കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യത്തിന്. ഇച്ചിരി ചിക്കൻ മസാലയുണ്ട്. നമ്മൾ സാറിന് എടുക്കുന്ന പോലെ മഞ്ഞൾ, ഇച്ചിരി ഗരം മസാല, പിന്നെ നമുക്ക് ഉപ്പ്. ആവശ്യത്തിന് നമുക്ക് ചേർക്കാം. നാരങ്ങാനീര്, പിന്നെ നമുക്ക് വേണ്ടത് തൈര്. ഇനി നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചത് മൊത്തം ഒന്ന് നന്നായിട്ടൊന്ന് കുഴയ്ക്കാം. ഒന്ന് മിക്സ് ചെയ്യാമേ നന്നായിട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്മസ് ഒക്കെ എടുക്കാറായല്ലോ, എല്ലാവരും വീടുകളിലുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്ന് പരീക്ഷിക്കുന്നത് നല്ലതാണ് കേട്ടോ. നമ്മുടെ ചിക്കൻ എടുത്തു, രണ്ടും എടുത്തു, എല്ലാ ഭാഗത്തേക്കും തൂത്ത് മിക്സ് ചെയ്ത് 2 മണിക്കൂർ വെക്കണേ. അല്ലെങ്കിൽ ഇതിൻ്റെ ഒക്കെ സെറ്റായിട്ട് കിട്ടത്തുള്ളൂ. എല്ലാ ഭാഗത്തും പുരട്ടി വെക്കണം. ഞാനിത് വരഞ്ഞിട്ടുണ്ടായിരുന്നു, കത്തി വെച്ച് ഞാൻ നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. മസാലയൊക്കെ എല്ലാ ഭാഗത്തും പിടിക്കണമല്ലോ. ഗ്രേവി നമുക്ക് എരിവ് കുറവുള്ളവർക്ക് എരിവ് കുറച്ചെടുക്കണേ. സ്പൈസി ചിലർക്ക് വേണ്ടല്ലോ. കുറച്ച് സമയം നമുക്കിത് ഫ്രിഡ്ജിലോട്ട് വെക്കാം. മിനിമം എത്രയും 2 മണിക്കൂർ ഇരിക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഇതാ സുന്ദര കുട്ടപ്പന്മാരാക്കി. കടയിലൊക്കെ പോയി കഴിക്കുന്നതിൽ നല്ലത്. ഇതിനെ ഒത്തിരി നല്ലതായിട്ടൊന്ന് ഇടിച്ച് നമ്മുടെ ചെറിയ കല്ലുണ്ടല്ലോ, കല്ല് വെച്ച് ഇടികല്ലൊക്കെ വേണ്ടേ, അതിൻ്റെ കല്ല് വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് തൊട്ടാൽ മതി. ഇത് വരഞ്ഞു കൊടുക്കണം. ഇതാ നല്ല സുന്ദര കുട്ടപ്പനായി. ഇത് വേറൊരു പാത്രത്തിലാക്കി റെഡിയാക്കി ഇട്ടിരിക്കുകയാണ്. ഇനി നമുക്കത് 2 മണിക്കൂർ മാറ്റി വെക്കാം. ചിക്കന് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണ് ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് നമുക്ക് ഈ 2 മുട്ട പുഴുങ്ങിയതാണ്. ഇനി നമുക്ക് മുട്ട അതിന് ചേർക്കാനായിട്ട് നമുക്ക് ഉണ്ണി എടുത്ത് ഇതിൻ്റെ അകത്തുള്ളത് മാറ്റിയിട്ട് നമുക്ക് മിക്സിയിൽ എടുക്കാം. എങ്ങനെയൊക്കെയാണെന്ന് കാണാമേ. നമുക്ക് ഡിവൈഡ് ചെയ്യാം. നമ്മുടെ മിക്സിയിലേക്ക് മുട്ട വെള്ളം ഇട്ട് കൊടുക്കുന്നു. വെളുത്തുള്ളി നിങ്ങൾക്ക് എത്ര എടുക്കുന്നു അതനുസരിച്ച് മതി. വെളുത്തുള്ളി, ശകലം പാല്, ഫ്രഷ് ക്രീം, കണ്ടില്ല ഫ്രഷ് ക്രീം,
ഉപ്പ്, ഓയിൽ, ഒലിവ് ഓയിലുണ്ട്, അത്ര നല്ലതാണ്. സൺഫ്ലവർ ഓയിൽ, നമ്മുടെ മറ്റേ ഓയിൽ ഒഴിച്ചാൽ നമുക്കത് കനയ്ക്കും. ഇനി നമുക്ക് ചീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നല്ലതായിട്ട് മിക്സിയിലൊന്ന് അടിച്ചു കൊടുക്കാം. ലേശം പാലൂടെ ചേർക്കാം. നന്നായിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. ഒരു ശകലം പഞ്ചസാരയും കൂടെ, പിന്നെ ഒരു ചെറിയ മധുരം കൂടെ വേണമല്ലോ. ഇനി മിക്സിയിലടിക്കാം. അങ്ങനെ ഇതിൻ്റെ ക്രീം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഇഫ ചിക്കനൊക്കെ സെറ്റായിക്കൊണ്ടിരുന്നു. ഞാനെടുത്തു. ഞാൻ ഒരെണ്ണമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് പൊരിച്ചെടുക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും കൊതി വരുമെന്ന് തോന്നുന്നു. ഞാൻ ഒലിവ് ഓയിലാണ് എടുത്തിരിക്കുന്നത്. അല്ല, നിങ്ങൾ സൺഫ്ലവർ ഓയിലായാലും എടുത്താൽ മതി. വെളിച്ചെണ്ണ നമുക്ക് എടുക്കണമല്ലേ. അപ്പോൾ നമുക്കത് പൊരിക്കാൻ എടുക്കാം. ഞാൻ ഇവനെ അങ്ങോട്ട് എടുക്കുവാണ്. ഇതിനെ ചെറുകെ ഒന്ന് അടച്ച്, കുറച്ച് ഓയിലുള്ളൂ, ചെറുകെ ഒന്ന് അടച്ച് കൊടുക്കാം. ഇനി നമുക്ക് സംഭവം ഒന്ന് തിരിച്ചിട്ടാം. ഉണ്ടോ? എന്തിനും നമ്മൾ ഓടി മറ്റുള്ള കടകളിലേക്കൊക്കെ പോകുന്നത്? നമ്മുടെ വീട്ടിൽ തന്നെ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. നമുക്കിത് വീണ്ടും ഒന്ന് തിരിച്ചിടാം. ഒരു വീടൊക്കെ തന്നെ കിടക്കണം കേട്ടോ. സെറ്റായി വരണമെങ്കിൽ കുറച്ച് സമയം കൂടെ തന്നെ ഇങ്ങനെ കിടക്കേണ്ടി വരും. അകത്തോട്ടൊക്കെ വേവ് വരണമല്ലോ. നമ്മുടെ മക്കൾക്കും എല്ലാം ഉണ്ടാക്കി കൊടുക്കണം ഈ ക്രിസ്മസിന്. ചെറു തീയിലിട്ട് കൊടുക്കാം. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ ക്രീം ഉണ്ടല്ലോ, നമ്മൾ മിക്സിയിലടിച്ച് ഇതിലോട്ട് നമുക്ക് പതിയെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. പ്രത്യേകം നല്ല ടേസ്റ്റ് കേട്ടോ. ഇതിൻ്റെ മണ്ടയിലോട്ട് ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്കിത് അടച്ച് വെക്കാമേ. ഇതിന് നമുക്കങ്ങ് അടച്ച് വെക്കാം. ചെറു തീ കിടക്കണം. ഇത് നമുക്കുണ്ടല്ലോ ബട്ടർ നാനും ചപ്പാത്തി പൊറോട്ടയ്ക്കകത്തെല്ലാം ഇത് നന്നായിട്ടെടുക്കും. ചെറിയ തീയിൽ ഇതിന് കിടക്കുമ്പോൾ ഇതിനകത്തോട്ട് കയറി ജ്യൂസി പരുവാകും. ഇത് കാണാൻ വളരെ നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരിതാണ് ഇഫ ചിക്കൻ. ഇനി നമുക്ക് കഴിക്കാം. അങ്ങനെ നമ്മുടെ ഇഫ ചിക്കൻ റെഡി ആയിരിക്കുന്നു.